നമസ്കാരം. ബ്രൈറ്റ് ബിഗിനേഴ്സിലേക്ക് ഏവർക്കും വീണ്ടും സ്വാഗതം. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പാർട്ട് 3 ഫണ്ടമെൻ്റൽ റൈറ്റ്സിൽ നിന്നുള്ള ആർട്ടിക്കിൾ 22 കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആർട്ടിക്കിൾ 22 ഗ്രാൻസ് പ്രൊട്ടക്ഷൻ അഗൻസ്റ്റ് അറസ്റ്റ് ആൻഡ് ഡിറ്റൻഷൻ ഇൻ സർട്ടൻ കേസസ്. ചില പ്രത്യേക കേസുകളിൽ അറസ്റ്റ്, ഡിറ്റൻഷൻ എന്നിവയിൽ നിന്നും പ്രൊട്ടക്ഷൻ നൽകുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 22. ഡിറ്റൻഷൻ എന്നാൽ തടങ്കലിൽ വെക്കുക എന്നതാണ് അർത്ഥമാക്കുന്നത്. ഡിറ്റൻഷൻ എന്നത് 2 തരത്തിലുണ്ട്. നമ്പർ 1 പ്യൂണിറ്റീവ് ഡിറ്റൻഷൻ ആൻഡ് നമ്പർ 2 പ്രിവെൻറ്റീവ് ഡിറ്റൻഷൻ. ഒരാൾ ചെയ്ത ഒഫൻസ്, അതിനുശേഷം കോടതി വിചാരണ, അതുപോലെ തന്നെ വിധി പ്രസ്താവന, ഇതിനൊക്കെ ശേഷം അയാളെ ശിക്ഷിക്കുന്നതാണ് പ്യൂണിറ്റീവ് ഡിറ്റൻഷൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇനി പ്രിവെൻറ്റീവ് ഡിറ്റൻഷൻ എന്നാൽ കോടതിയുടെ വിചാരണയോ വിധി പ്രസ്താവനയോ ഇല്ലാതെ ഒരു വ്യക്തിയെ തടങ്കലിൽ വെക്കുക. ഇതിൻ്റെ പർപ്പസ് എന്താണെന്നാൽ അയാൾ മുൻപൊരിക്കൽ ചെയ്ത ഒരു കുറ്റത്തിന് അയാളെ ശിക്ഷിക്കലല്ല, മറിച്ച് നിയർ ഫ്യൂച്ചറിൽ അയാൾ ചെയ്യുമെന്ന് കരുതുന്ന ഒരു ഒഫൻസിൽ നിന്നും അയാളെ പ്രിവെൻറ്റ് ചെയ്യലാണ്. പ്യൂണിറ്റീവ് ഡിറ്റൻഷൻ എന്നാൽ ഒരു വ്യക്തി ഓൾറെഡി ചെയ്ത ഒരു കുറ്റത്തിന് അയാളെ ശിക്ഷിക്കലാണ്. എന്നാൽ പ്രിവെൻറ്റീവ് ഡിറ്റൻഷൻ എന്നാൽ അയാളെ ഒരു കുറ്റം ചെയ്യുന്നതിൽ നിന്നും പ്രിവെൻറ്റ് ചെയ്യുകയാണ്. അടുത്തതായിട്ട് നമുക്ക് സാധാരണ നിയമപ്രകാരം അറസ്റ്റ് ചെയ്യപ്പെടുകയോ തടങ്കലിൽ വയ്ക്കപ്പെടുകയോ ചെയ്യപ്പെടുന്ന ഒരു വ്യക്തിക്ക് ആർട്ടിക്കിൾ 22 പ്രകാരം ലഭിക്കുന്ന റൈറ്റുകളെ കുറിച്ച് പരിശോധിക്കാം. നമ്പർ 1 ഏത് ഗ്രൗണ്ടിലാണ് ആ വ്യക്തിയെ അറസ്റ്റ് ചെയ്യപ്പെട്ടത് എന്നറിയാനുള്ള അവകാശം അയാൾക്കുണ്ട്. നമ്പർ 2 ആയിട്ട് പറയുന്നത് ഒരു ലീഗൽ പ്രാക്ടീഷണറിനെ കൺസൾട്ട് ചെയ്യുവാനും എതിർവാദം നടത്തുവാനുമുള്ള അവകാശം. നമ്പർ 3 യാത്രാസമയം കൂടാതെ 24 മണിക്കൂറിനുള്ളിൽ അയാളെ മജിസ്ട്രേറ്റിന് മുന്നിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നതിനുള്ള അവകാശം, എക്സ്ക്ലൂഡിംഗ് ജേർണി ടൈം എന്നാണ് പറയുന്നത്. നമ്പർ 4 ആയിട്ട് പറയുന്നത് മജിസ്ട്രേറ്റ് ഫർദർ ഡിറ്റൻഷൻ ഓതറൈസ് ചെയ്യുന്നില്ല എങ്കിൽ 24 മണിക്കൂറിന് ശേഷം അയാളെ റിലീസ് ചെയ്യപ്പെടുന്നതിനുള്ള അവകാശം. ഇത്രയും റൈറ്റുകളാണ് സാധാരണ നിയമപ്രകാരം അറസ്റ്റ് ചെയ്യപ്പെടുകയോ തടങ്കലിൽ വയ്ക്കപ്പെടുകയോ ചെയ്യപ്പെടുന്ന ഒരു വ്യക്തിക്ക് ആർട്ടിക്കിൾ 22 പ്രകാരം ലഭിക്കുന്നത്. നമ്മൾ ഈ മുകളിൽ പറഞ്ഞ പരിരക്ഷകൾ എനിമി ഏലിയൻസിനും പ്രിവെൻറ്റീവ് ഡിറ്റൻഷൻ നിയമപ്രകാരം അറസ്റ്റ് ചെയ്യപ്പെടുകയോ തടങ്കലിൽ വയ്ക്കപ്പെടുകയോ ചെയ്യപ്പെടുന്ന വ്യക്തികൾക്ക് ലഭിക്കുന്നതല്ല. സുപ്രീം കോടതി പറയുന്നു ആർട്ടിക്കിൾ 22 പറയുന്ന അറസ്റ്റ് ആൻഡ് ഡിറ്റൻഷൻ എന്നുള്ളത് കോടതി ഉത്തരവ് പ്രകാരമുള്ള അറസ്റ്റിനെയോ സിവിൽ അറസ്റ്റിനെയോ ഇൻകം ടാക്സ് പേ ചെയ്യാത്തത് മൂലമുള്ള അറസ്റ്റിനെയോ ഒരു ഏലിയൻ്റെ ഡിപ്പോർട്ടേഷനെയോ കവർ ചെയ്യുന്നില്ല എന്ന്. അതായത് ഇത്തരം അറസ്റ്റുകൾക്കൊന്നും തന്നെ ആർട്ടിക്കിൾ 22 പരിരക്ഷ ലഭിക്കില്ല എന്ന്. സെക്യൂരിറ്റി ഓഫ് ഇന്ത്യ, ഫോറിൻ അഫയേഴ്സ്, ഡിഫൻസ് ഇവയൊക്കെയുമായി ബന്ധപ്പെട്ട് പ്രിവെൻറ്റീവ് ഡിറ്റൻഷൻ ലോസ് നിർമ്മിക്കാൻ പാർലമെൻറ്റിന് എക്സ്ക്ലൂസീവ് അതോറിറ്റി ഉണ്ട്. അതുപോലെ തന്നെ സ്റ്റേറ്റിൻ്റെ സെക്യൂരിറ്റി, മെയിൻ്റനൻസ് ഓഫ് പബ്ലിക് ഓർഡർ, മെയിൻ്റനൻസ് ഓഫ് സപ്ലൈസ് ആൻഡ് സർവീസസ് എസെൻഷ്യൽ ടു ദ കമ്മ്യൂണിറ്റി എന്നീ ഗ്രൗണ്ടുകളിൽ പ്രിവെൻറ്റീവ് ഡിറ്റൻഷൻ ലോസ് മേക്ക് ചെയ്യാൻ സ്റ്റേറ്റ് ഗവൺമെൻറ്റിനും പാർലമെൻറ്റിനും അധികാരമുണ്ട്. പാർലമെൻറ്റ് നിർമ്മിച്ചിട്ടുള്ള പ്രിവെൻറ്റീവ് ഡിറ്റൻഷൻ ലോസിനെ കുറിച്ചാണ് അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പ്രിവെൻറ്റീവ് ഡിറ്റൻഷൻ ആക്ട് 1950, അത് 1969 എക്സ്പയർഡ് ആയിട്ടുണ്ട്. അടുത്തതായിട്ട് മിസ, മെയിൻ്റനൻസ് ഓഫ് ഇൻറ്റേർണൽ സെക്യൂരിറ്റീസ് ആക്ട് 1971, ഇതും 1978 റിപ്പീൽ ചെയ്യപ്പെട്ടു. അടുത്തതായിട്ട് കോഫെപോസ, കൺസർവേഷൻ ഓഫ് ഫോറിൻ എക്സ്ചേഞ്ച് ആൻഡ് പ്രിവെൻഷൻ ഓഫ് സ്മഗ്ലിംഗ് ആക്ടിവിറ്റീസ് ആക്ട് 1974. നാലാമതായിട്ട് നാഷണൽ സെക്യൂരിറ്റി ആക്ട് നാസ 1980. അടുത്തതായിട്ട് പ്രിവെൻഷൻ ഓഫ് ബ്ലാക്ക് മാർക്കറ്റിംഗ് ആൻഡ് മെയിൻ്റനൻസ് ഓഫ് സപ്ലൈസ് ഓഫ് എസെൻഷ്യൽ കമ്മോഡിറ്റീസ് ആക്ട് 1980. ആറാമതായിട്ട് ടെററിസ്റ്റ് ആൻഡ് ഡിസ്റപ്റ്റീവ് ആക്ടിവിറ്റീസ് പ്രിവെൻഷൻ ആക്ട് ടാഡ 1985, ഇത് 1995 റിപ്പീൽ ചെയ്യപ്പെട്ടു. അവസാനമായിട്ട് പ്രിവെൻഷൻ ഓഫ് ടെററിസം ആക്ട് പോട്ട 2002 ആക്ട് നിലവിൽ വരുന്നത്, ഇതും 2004 റിപ്പീൽ ചെയ്യപ്പെട്ടു. ഇത്രയുമാണ് പാർലമെൻറ്റ് നിർമ്മിച്ചിട്ടുള്ള പ്രിവെൻറ്റീവ് ഡിറ്റൻഷൻ നിയമങ്ങൾ.
വളരെ ദൗർഭാഗ്യകരമായ ഒരു അറിവ് എന്തെന്നാൽ ലോക ജനാധിപത്യ രാജ്യങ്ങളിൽ ഇന്ത്യയിൽ മാത്രമാണ് അല്ലെങ്കിൽ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ മാത്രമാണ് പ്രിവെൻറ്റീവ് ഡിറ്റൻഷൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഇൻ്റഗ്രൽ പാർട്ടാക്കിയിട്ടുള്ളത് എന്ന്. ഇത്രയും കാര്യങ്ങളാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പാർട്ട് 3 ഫണ്ടമെൻ്റൽ റൈറ്റ്സിലെ ആർട്ടിക്കിൾ 22 കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ടായിരുന്നത്. ഇത്രയും കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തുകൊണ്ട് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.